ഞാൻ റഫീഖ് ചൊക്രി, ഈന ഭാഷ, ഡൽഹി മലയാളിയാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ഗുരു എന്ന സിനിമ തിയേറ്ററിലേക്ക് എത്താൻ പോകും, നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകും. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഉള്ളത്. ഇപ്പൊ ടീന ഇന്ന് കാലത്ത് ഡൽഹിയിൽ നിന്ന് വന്നതാണ്, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രം വന്നിരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഈ സിനിമ വിജയിക്കണം, പ്രേക്ഷകർ ഏറ്റെടുക്കണം. കാരണം ഞങ്ങൾക്ക് ഈ സിനിമയുടെ പടിവാതിൽ കയറിയിട്ടില്ല, വാതിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഇനിയിപ്പോ ജനങ്ങളാണ് ഞങ്ങൾ വിളിച്ച് സിനിമ കടത്തേക്ക് കയറ്റേണ്ടത്. അപ്പോൾ ടീനയുടെ രണ്ടാം സിനിമയിൽ അപ്പോഴേ സിനിമ ഞാൻ കുറച്ച് കണ്ടുനോക്കിയിട്ടുണ്ട്. മലയാളം അറിയില്ല എന്നുള്ളത് കണ്ടിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ അഭിനയിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ, അപ്പൊ ടീനയ്ക്ക് മലയാളം വളരെ കുറച്ച് അറിയും, എനിക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ തീരെ അറിയില്ല എന്നല്ല പറയും. പക്ഷെ നമ്മൾ രണ്ടുപേരും സിനിമയോട് ഭയങ്കര സിനിമ പാഷനായിട്ട് ആളുകളായതുകൊണ്ട് ആ ഒരു ലാംഗ്വേജ് ബുദ്ധിമുട്ട് നമുക്ക് അഭിനയിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. അതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ആഗ്രഹം, നമ്മൾ എന്ത് ത്യാഗം സഹിച്ചു അഭിനയിക്കണം, അറിയണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്റെ ശരിക്കും പറയുന്നത് 10-20 സിനിമകളും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, 6-7 സിനിമയെ വന്നിട്ടുള്ളൂ. ഞാൻ ഏറ്റവും പ്രതീക്ഷയോട് കാത്തിരുന്നതാണ് ഉള്ളത്. 2 കഥാപാത്രം ആയിട്ട് അഭിനയിക്കുന്നത്, 2 ക്യാരക്ടറും തീരെ കൂടെ. ശരിക്കും തീനയാണ് അതിൽ ഡബിൾ റോൾ അഭിനയിക്കുന്നതെങ്കിലും തീനയുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തില്ല. ഞാൻ ഒരു വേഷമേ എനിക്കുള്ള ക്യാരക്ടർ ചേഞ്ച് ചെയ്തു. എന്നാൽ കുറെ കാര്യങ്ങൾ അവർ തന്നെ പ്രേക്ഷകരെ കണ്ട് മനസ്സിലാക്കണ്ടത്. നമ്മളെ കഥയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ സിനിമയ്ക്ക് ഗ്രാഫിക്സ് നന്നായി ചെയ്തുകൊണ്ട് ശരിക്കും ആ ഉരുൾപൊട്ടലിന്റെ അനുഭവങ്ങളും കാര്യങ്ങളും നന്നായി. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സിനിമ സാധാരണ എല്ലാ സിനിമകളിലും പറയാറുള്ള ഒരു ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ ആ ഇൻസിഡന്റിന്റെ സംഭവങ്ങൾ, ഇൻസിഡന്റിൽ മരണപ്പെട്ടു പോയവർ, ഇത്തരം കഥകളാണ് പറയുക. പക്ഷെ ഇൻസിഡന്റ് രക്ഷപ്പെട്ടു എന്ന് സന്തോഷത്തോട് പറയുന്ന ഒരാൾക്കാർ രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു എന്ന് പറയും. രക്ഷപ്പെടുകയല്ല, ശരിക്കും ഈ ഇൻസിഡന്റിന്റെ അതിന്റെ കഷ്ടതകൾ അനുഭവിക്കുന്ന അവർ, ആ രക്ഷപ്പെടുന്നതാണ് അവരെ കഥയാണ്. ശരിക്കും ഈ സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കഥാപാത്രത്തിൽ ഇത്രയും ഡെപ്തിൽ എനിക്ക് മനസ്സിലായി. മമ്മീക്കനോട് ഒരു മാസം ഞാനിന്റെ 2 ദിവസം മുമ്പ് മറ്റൊരു സിനിമയിലേക്ക് പോയിരിക്കാം. മമ്മീക്കനെ കുറിച്ച് വഴക്കോ, കാരണം നീ ഇത് പ്രിപ്പയർഡ്, ഈ കഥാപാത്രം നിനക്ക് അറിയില്ല, ഈ കഥാപാത്രത്തിന്റെ ഡെപ്ത് നിനക്ക് അറിയില്ല, നീ തലേ ദിവസം വരെ വേറൊരു സിനിമയിൽ പോയി അഭിനയിച്ചിട്ട് പിറ്റേന്ന് സ്റ്റാർട്ട് പറയാൻ വന്നിട്ട് കാര്യമില്ല, ഒരുപാട് വഴക്ക് പറഞ്ഞാൽ. പക്ഷെ പിന്നീട് അഭിനയിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കഥാപാത്രം ഇട്ടത്. അതായത് പ്രത്യേകിച്ച് സെക്കൻഡ് പ്രായമായ കഥാപാത്രമാണ് ആദ്യം അഭിനയിച്ചത്, സെക്കൻഡാണ് മറ്റത് അഭിനയിച്ചത്. പക്ഷേ ആ ഇമോഷൻ, ഇത്രയും നല്ലൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ള ശരിക്കും അഭിനയിക്കുമ്പോൾ അത്രയും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷം, ആ കഥാപാത്രത്തിന്റെ അവസ്ഥ. ഞാനിപ്പോൾ ആലോചിക്കും, ഒരു നമ്മൾ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് ഇതുപോലെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പം ടീനേജ് ഞാൻ കാണുമ്പോൾ എനിക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു മകൾ എനിക്ക് ഉണ്ടാവുമായിരുന്നു. അതില്ലാത്തൊരവസ്ഥയുണ്ട്, ഒറ്റപ്പെട്ടു പോകും. ചുറ്റും നിൽക്കുന്നവരൊക്കെ ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ എനിക്കാരുമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുക, മരിക്കാൻ പറ്റുമോ? ഇപ്പൊ ദൈവം തിരിച്ചു വിളിക്കുമ്പോഴേ പോകാൻ പറ്റും. അതുവരെ നീതി മരിക്കുന്ന അവസ്ഥ. ഈ പോസ്റ്റർ തന്നെ 2 ആ കഥാപാത്രത്തിന്റെ മുഖങ്ങൾ കാണാം, ആ വ്യത്യാസമുണ്ട്. അത് ഒന്ന് വേറെ പട്ടിണിയായിട്ടില്ല, ഈ മനസ്സ് നീതി നമ്മൾ ഒന്നും അല്ലാതെ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു വരിക, അത് കുറച്ച് പേര് കാണുക എന്നുള്ളത് വളരെ ആഗ്രഹത്തോടെ കാത്തിരുന്നത്. ഇതിനേക്കാണെങ്കിൽ മലയാളത്തിലെ എൻട്രിയാണ്. ഡൽഹിയിൽ നിന്ന് ഒരു നോർത്ത് ഇന്ത്യക്കാർ ഒരുപാട് മലയാളത്തിൽ വന്നിട്ടുണ്ട്. മുതൽ ഒരു ടീനേജർ കാലഘട്ടമായി പറയല്ലേ, ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്താൽ തീർച്ചയായും അത് ടീനേജ് കൂടെ മലയാളി ഏറ്റെടുക്കുന്നതായിരിക്കും.